സാർ, ഹോർമൂസ് തുറക്കാൻ ഇറാൻ തയ്യാറായാൽ സമഗ്രമായ ഒരു ആണവ കരാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാകും എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇനി ഹോർമൂസ് തുറക്കാൻ ഇറാൻ തയ്യാറാകുമോ? കാരണം US-ഉമായുള്ള യുദ്ധത്തിൽ ഇറാൻ്റെ ഏറ്റവും വലിയ ആയുധമായിരുന്നു ഈ ഹോർമൂസ് കടലിടുക്ക്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും അമേരിക്കൻ യുദ്ധക്കപ്പലുകളും സഖ്യകക്ഷികളുടെ കപ്പലുകളും ഇതുവഴി കടന്നു പോകാൻ പാടില്ലെന്ന് കർശനമായി ശഠിക്കുകയും ചെയ്തിരുന്നതാണ്. അന്താരാഷ്ട്ര വിപണിയിൽ മാത്രമല്ല, അമേരിക്കയിലും ഇതുമൂലം എണ്ണ പ്രതിസന്ധി രൂക്ഷമാണ്. ആഗോള എണ്ണ വിപണിയിലെ പ്രതിസന്ധി ട്രംപിനെ അന്താരാഷ്ട്ര രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഹോർമൂസ് തുറന്ന് കപ്പൽ ഗതാഗതം യുദ്ധത്തിന് മുൻപുള്ളതുപോലെ സുഗമമാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയത് പരാജയപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ ഇനി ഇറാൻ വിചാരിച്ചതുപോലെയാകുമോ ഹോർമൂസിലെ കാര്യങ്ങൾ? ഒരർത്ഥത്തിൽ അങ്ങനെ പറയേണ്ടി വരും. ഇപ്പോൾ ഇറാൻ നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ ആഗ്രഹിച്ച രീതിയിലാണ് പൊതുവെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന പ്രതീതിയാണ് ഏറ്റവും അവസാനമായി ഉണ്ടാകുന്നത്. ഇറാൻ പറഞ്ഞല്ലോ, യുദ്ധം നിങ്ങൾക്ക് തുടങ്ങാനേ കഴിയൂ, എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് തങ്ങൾ തീരുമാനിക്കും. ഹോർമൂസ് അതിൻ്റെ അത്താണിയായി വരികയാണ്. യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ഹോർമൂസ് എന്ന പ്രധാനപ്പെട്ട അച്ചുതണ്ട്, അതിൽ റിവോൾവ് ചെയ്യുന്ന യുദ്ധതന്ത്രമാണ് ഇറാൻ പയറ്റിയത്. ആ യുദ്ധതന്ത്രം ഏതാണ്ട് വലിയ രീതിയിൽ വിജയിക്കുന്നു എന്ന ഒരു പ്രതീതി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണമായി ഹോർമൂസ് ബലം പ്രയോഗിച്ച് തുറക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നത് സത്യസന്ധമായ വിലയിരുത്തലാണ്. അമേരിക്ക പല ആവർത്തി പറഞ്ഞു, ബലപ്രയോഗത്തിലൂടെ തങ്ങൾ ഹോർമൂസ് തുറക്കാൻ മടിക്കില്ല, തങ്ങൾ ബലം പ്രയോഗിക്കും എന്ന് പറഞ്ഞു. യൂറോപ്യൻ പങ്കാളികളെ, പ്രത്യേകിച്ച് നെയ്റ്റോ പങ്കാളികളെ അമേരിക്ക കാര്യമായി ക്ഷണിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ ഇപ്പോൾ സഹായിക്കുന്നില്ല? ഹോർമൂസ് തുറക്കാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. ഒരു യൂറോപ്യൻ രാജ്യവും തയ്യാറായില്ല. മൈനുകൾ നീക്കം ചെയ്യാൻ ജർമ്മൻസിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ ജർമ്മൻ കപ്പലുകൾ അവിടെ വന്ന് മൈനുകൾ നീക്കം ചെയ്തതായി അറിവില്ല. മാത്രമല്ല, ഇപ്പോൾ അമേരിക്ക ക്ലെയിം ചെയ്യുന്ന ഇതൊരു ക്ലെയിമാണ്, ഹോർമൂസിൽ ഇറാൻ വിതറിയിരുന്ന, അതായത് കപ്പൽ ചാലുകളിൽ, കപ്പൽ പാതയിൽ വിന്യസിച്ചിരുന്ന ഏതാണ്ട് ഒട്ടുമിക്ക സ്ഫോടക വസ്തുക്കളും മൈനുകളും നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇപ്പം മൈൻ വാരി കപ്പലുകൾ അമേരിക്ക വ്യാപകമായി ഉപയോഗിച്ചു എന്ന ക്ലെയിമാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായി ശരിയാവാനുള്ള സാധ്യതയില്ല. ഇറാൻ നിശ്ചയിച്ച പാതയ്ക്ക് പുറത്തുകൂടി പോകുന്ന കപ്പലുകൾക്ക് ഒരുപക്ഷെ മൈൻ ഇപ്പോഴും ഭീഷണിയാവും എന്ന രീതിയിലാണ് അവിടെ നിന്നുമുള്ള റിപ്പോർട്ടുകൾ, ഹോർമൂസ് ബേസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി റിപ്പോർട്ടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഹോർമൂസ് തുറക്കുന്നതിന്റെ ഭാഗമായി കടുത്ത സമ്മർദ്ദം ഇറാനിൽ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ കലണ്ടർ വർഷം 2026 കലണ്ടർ വർഷം തന്നെ 8 ഉപരോധങ്ങളാണ് ഇറാന് നേരെ പ്രഖ്യാപിച്ചത്. എല്ലാം നാവിക ഉപരോധങ്ങളാണ്. ഇറാന്റെ കപ്പലുകൾ ഒരു രീതിയിലും പുറത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന നീക്കങ്ങളാണ്. പക്ഷേ ഇതൊന്നും തന്നെ വേണ്ട പ്രഭാവം, കൂടുതലായി മുൻപുള്ള ഉപരോധത്തെക്കാൾ കൂടുതലായ ഒരു പ്രഭാവവും ചെലുത്തിയതായി അറിവില്ല. അതുകൊണ്ടാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കഴിഞ്ഞ ദിവസവും പറഞ്ഞത്, നിങ്ങൾ ഇത്രയധികം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ആ പരിപ്പ് ഇനി കൂടുതലായി ഈ ചട്ടിയിൽ വേവില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഒരുപക്ഷെ there is a point of no returns. ഇനി കൂടുതൽ ബലം പിടിച്ചിട്ടോ, ഇനി ബലം പ്രയോഗിച്ച് ഹോർമൂസ് തുറക്കാൻ ശ്രമിച്ചിട്ടോ കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അവസാന അടവെടുക്കുന്നു, തങ്ങൾ ഇറാനെ ആക്രമിക്കുന്നത് നിർത്താം, ഒറ്റ കണ്ടീഷൻ, വേണമെങ്കിൽ ഇറാന്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികളും തരാം, പക്ഷേ തങ്ങൾക്കൊരു കാര്യം വേണം, തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. ഇത് ഏറ്റവും സർപ്രൈസിങ്, ഒരുപക്ഷെ പരിഹാസ്യമായ ഒരു ഡിമാൻഡ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇത്ര കാലം നടത്തിയ പ്രസ്താവനകൾക്കും ജൽപ്പനങ്ങൾക്കും ഒക്കെ ഒരു പരിധിയുണ്ട്. അതുക്കും മേലെ ഉള്ളതാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചു, അതുകൊണ്ട് തങ്ങൾക്ക് അതിനിടയിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായി. ചില അമേരിക്കൻ വിമാനങ്ങൾ തകർന്നു, വൈമാനികർ കൊല്ലപ്പെട്ടു. ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കൻ കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതിനുള്ള നഷ്ടപരിഹാരം ഇറാൻ നൽകണം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ആവശ്യമെന്ന് പറയാനാവില്ല, ഇതൊക്കെ ഒരു ആത്മകഥം എന്ന നിലയിൽ ലേശം ഉറക്കെ പറയുന്നത്
പത്രലേഖകർ വാർത്തയാക്കിയത് ആണ്. അപ്പം അതുകൊണ്ട് തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. ഇറാൻ അമേരിക്കയ്ക്ക് കോമ്പൻസേഷൻ, വാർ കോമ്പൻസേഷൻ നൽകണം എന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇറാനാണ് ആവശ്യപ്പെട്ടത് തങ്ങളുടെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ, ഏതാണ്ട് $24 ബില്യൺ ആസ്തികൾ വിവിധ ഇടങ്ങളിൽ, പലതും യൂറോപ്പിലാണ്, അമേരിക്കയിലാണ്, മധ്യപൗരസ്ത്യ പ്രദേശത്താണ് മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആസ്തികൾ ബാങ്ക് ബാലൻസിന്റെ രൂപത്തിലും മറ്റും ഉള്ള ആസ്തികളാണ്. ഇതെല്ലാം തന്നെ റിലീസ് ചെയ്യണം. അത് ന്യായമായ ആവശ്യമാണ്. അത് അന്യന്റെ മുതൽ ഒരിക്കലും ആഗ്രഹിക്കരുത്. മറ്റെന്ത് കാരണമുണ്ടെങ്കിലും ധാർമ്മികമായി പറഞ്ഞാൽ അന്യൻ അവകാശപ്പെട്ടു അന്യന്റെ മുതൽ അത് നമ്മൾ സമ്പാദിച്ചതല്ല എങ്കിൽ അത് തടഞ്ഞു വെക്കാനോ പിടിച്ചു വെക്കാനോ നമുക്ക് അവകാശമില്ല, എന്തിൻ്റെ പേരിലാണെങ്കിലും. അതുകൊണ്ട് ഇറാന്റെ ആസ്തികൾ ഇറാന് കൊടുക്കേണ്ടതാണ് എന്നത് ലോകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായമാണ്. ഇതൊരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ പിടിച്ചു വെച്ചിരിക്കുന്നത് റിലീസ് ചെയ്യണം എന്ന് ഇറാൻ പറയുമ്പോൾ നഷ്ടപരിഹാരവും കൂടിയാണ് ചോദിക്കുന്നത്. കാരണം നിരന്തരമായ ആക്രമണമാണ്, കഴിഞ്ഞ 2-3 വർഷമായി നടക്കുന്ന ആക്രമണങ്ങളാണ്. പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം 28-ാം തീയതി തുടങ്ങിയ ഈ റൗണ്ട് അറ്റാക്കിൽ ഏറെ നാശനഷ്ടങ്ങൾ ഇറാനിയൻ നഗരങ്ങൾക്കുണ്ടായി. ആൾനാശം വളരെ കൂടുതലാണ്. ഇതിനെല്ലാം പരിഹാരം കാരണം നഷ്ടപരിഹാരം ഉണ്ടാകണമെന്ന് ഇറാൻ ചോദിക്കുമ്പോൾ ഒരു മുട്ടാത്തർക്കം എന്ന നിലയിൽ തങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായി, അതിന് ഇറാൻ നഷ്ടപരിഹാരം നൽകണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? അതൊരു തർക്ക വിഷയം. ഹോർമോസ് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹോർമോസ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇറാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇറാൻ കുറച്ച് കയറ്റി വിളിക്കണം. അല്ലെങ്കിൽ ഇതൊരു ലേലം വിളിയാണെങ്കിൽ സ്വല്പം കയറ്റി പറയേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇറാൻ കരം പിരിക്കൽ, തീരുവ ഉണ്ടാവും, അല്ലെങ്കിൽ ടോൾ ഉണ്ടാവും. ഹോർമോസിലൂടെ കടന്നു വരുന്ന കപ്പലുകൾക്ക് ടോൾ ഉണ്ടാകും. തങ്ങൾ തുറന്നു കൊടുക്കില്ല എന്നൊരിക്കലും ഇറാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചു. അമേരിക്ക ആക്രമണം നിർത്തിവെക്കണം, അമേരിക്കയുടെ ഉപരോധങ്ങൾ അവസാനിപ്പിക്കണം, ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം, തങ്ങളുടെ സഖ്യകക്ഷികളെ ഇറാൻ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണം, തങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കണം, തടഞ്ഞു വെച്ചപ്പെട്ട ആസ്തികൾ റിലീസ് ചെയ്യണം. ഇങ്ങനെയുള്ള ഉപാധികൾക്ക് വിധേയമായി ഹോർമോസ് തുറക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ആണവ കരാറിനെ കുറിച്ച് പറയുന്നത് പോലുമില്ല. ആണവ കരാർ വിഷയമേ അല്ല ഇപ്പോൾ. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുമാണ്. ആണവ കരാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹോർമോസ് തുറക്കുന്നതിലാണ് അമേരിക്കയ്ക്കും യൂറോപ്യൻ ശക്തികൾക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ഏറ്റവും അധികം ശ്രദ്ധ. അതുകൊണ്ട് തന്നെയാണ് ഹോർമോസ് വിഷയം കുന്തമുനയായി ഹോർമോസ് എന്ന പ്രദേശത്തിന്റെ കടലിടുക്കിന്റെ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക് സാധ്യതകൾ വൈകിയെങ്കിലും ഇറാൻ മനസ്സിലാക്കി അതിൽ അണുവിട വെള്ളം ചേർക്കാതെ കടുകിട വിട്ടുവീഴ്ച ചെയ്യാതെ പിടിച്ചു നിന്നതുകൊണ്ട് ഈ ഘട്ടത്തിൽ എത്തിച്ചു നിർത്താൻ കഴിയുന്നു. പൂർണ്ണമായി പിടിച്ചു കെട്ടി ഇറാൻ യുദ്ധം വിജയിച്ചുവെന്നോ പൂർണ്ണമായി പിടിച്ചു കെട്ടിയെന്നോ യുദ്ധം അവസാനിച്ചെന്നോ എന്ന് അർത്ഥമില്ല. ഇവിടെ ഒരു നെഗോഷിയേഷൻ നടക്കണമെങ്കിൽ, മീനിങ് ഫുള്ളായി ചർച്ച നടക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ തങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേണം. ട്രംപ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡു യു ഹാവ് ദ കാർഡ്സ് ടു പ്ലേ? ഇറക്കി കളിക്കാൻ പര്യാപ്തമായ വിലയുള്ള കാർഡുകൾ, തുറുപ്പ് ചീട്ടുകൾ ഉണ്ടോ? ഉണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഹോർമൂസ് തങ്ങളുടെ ഏറ്റവും വലിയ ട്രംപ് കാർഡാണ്. ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിനെ നേരിടാൻ തങ്ങളുടെ ട്രംപ് കാർഡ്, തുറുപ്പ് ചീട്ട് തങ്ങൾ ഇറക്കി കളിക്കുന്നു. ഈ തുറുപ്പ് ചീട്ട് ഇറക്കിയാൽ തുറുപ്പ് ഗുലാനെ വെട്ടാനാവില്ല. ചീട്ടുകളിൽ 28 ചീട്ടുകളിൽ ഒക്കെയുള്ള തുറുപ്പ് ഗുലാൻ എന്ന് പറഞ്ഞാൽ അതിന് മേലെ ഒന്നും പോവില്ല. ആ തുറുപ്പ് ഗുലാനായി മാറിയിരിക്കുന്നു ഹോർമൂസ് എന്ന് പറയാം. അതുകൊണ്ടാണ് എന്തെല്ലാം നിർദ്ദേശങ്ങൾ ഇപ്പോൾ വരുമ്പോഴും ഫീസിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. പരമാവധി ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നതാണ്. ഇതൊരു പ്രൊജക്ഷൻ എന്ന നിലയിൽ ദയവായി പ്രേക്ഷകർ കരുതരുത്. നാളെ സംഭവിക്കുന്നത് എന്താണെന്ന് പറയാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള പ്രേക്ഷകർക്കോ എനിക്കോ കഴിയില്ല. അത് നാളുകൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ പ്ലാനിങ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ കടും പിടുത്തം തുടരുക. തങ്ങൾക്ക് ഒരു നിശ്ചിത പാത അലോട്ട് ചെയ്തിട്ടുണ്ട്, വടക്കൻ പാത. അതായത് ഇറാൻ തീരത്തുകൂടി വേണം കപ്പലുകളെല്ലാം തന്നെ പ്രവേശിക്കാൻ. ഫ്രണ്ട്ലി കപ്പലുകളും ശത്രു കപ്പലുകളും ഏത് കപ്പലുകളും പ്രവേശിക്കുന്നത് അതുവഴിയായിരിക്കണം. യുദ്ധ കപ്പലുകൾക്ക് പ്രവേശനമില്ല. ചരക്ക് കപ്പലുകൾക്ക്, എണ്ണ ടാങ്കറുകൾക്ക്, കണ്ടെയ്നർ ഷിപ്പുകൾക്ക് പ്രവേശനം ഉണ്ടാകും. നിശ്ചിത തുക ഈടാക്കും. അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും വായിക്കാം. ഒരുപക്ഷെ സുരക്ഷയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു തുക എന്ന രീതിയിലാണ് ഇറാൻ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. അകമ്പടി കപ്പലുകൾ ഉണ്ടാവാം,
അല്ല എങ്കിൽ അതിന് സംരക്ഷണം കവചം ഒരുക്കേണ്ടതുണ്ട്, സുഗമമായ പാത വെട്ടിത്തെളിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിനൊരു നിശ്ചിത ശതമാനം, പക്ഷേ 5% മുതൽ 7% വരെ, അതാണ് ഇറാന്റെ നിർദ്ദേശം. അത് ഇതുവരെ അംഗീകരിക്കപ്പെട്ടില്ല, ഒരു രീതിയിലും അത് അംഗീകരിക്കില്ല എന്നതാണ് അമേരിക്കയുടെ നിലപാട്. അപ്പൊ അമേരിക്കയാണോ ആ നിലപാട് പറയേണ്ടതെന്ന് മറ്റൊരു കാര്യമാണ്. കാരണം അത് ഉപയോഗിക്കുന്നത് അമേരിക്ക മാത്രമല്ല. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന്റെ സമ്പാദ്യമാണ്, ആരുടെയും പിതൃസ്വത്തല്ല എന്നുകൂടി ഓർക്കണം. ഇത് സമ്പാദ്യമാണ്, ലോകത്തിന്റെ പൈതൃകമാണ്. പക്ഷേ അതിന്റെ ജിയോ പൊളിറ്റിക്കൽ ഒരു ഹോൾഡർ ഇറാൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. തെക്കൻ പ്രദേശത്ത് അത് ഒമാനാണ്. തിരിച്ചു പോകുമ്പോൾ ഈ കപ്പലുകൾക്ക് ഒമാൻ ഒരു നിശ്ചിത തുക, ചരക്കുമായി തിരിച്ചു പോകുന്ന കപ്പലുകൾക്ക് ഒരു നിശ്ചിത തുക ഫീസ് ഏർപ്പെടുത്തും എന്നതാണ്, കുറഞ്ഞ തുക ഏർപ്പെടുത്തും. പക്ഷേ ഇതൊരു ധാരണയിൽ പൂർണ്ണമായി എത്തി എന്ന് ഇപ്പോഴും പറയാറായില്ല. ചർച്ചകൾ നടക്കുന്നു, ഒരു ധാരണയിൽ എത്തിയതായി ഇറാനും ഒമാനും പറയുന്നു. പക്ഷേ അതിന്റെ വ്യവസ്ഥകൾ പൂർണ്ണമായി പബ്ലിക് ഡൊമൈനിൽ വിട്ടിട്ടില്ല. അത് കൂലങ്കഷമായി അസസ് ചെയ്യേണ്ടതുണ്ട്. അതൊരു ടേംസ് ഓഫ് റെഫറൻസ് ആയി വരും, അതൊരു ബെഞ്ച് മാർക്കായി വന്നുകൊണ്ടാണ് ഹോർമോസ് തുറക്കുന്നത് സംബന്ധിച്ച അന്തിമ ചർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഹോർമോസ് തുറക്കണമെങ്കിൽ ആണവായുധങ്ങൾ ഇറാൻ പൂർണ്ണമായി ഉപേക്ഷിക്കണം എന്ന കടുംപിടുത്തത്തിൽ നിന്നും അമേരിക്ക പിന്നാക്കം പോയിരിക്കുന്നു. അതുമായി ഇപ്പോൾ ലിങ്ക്ഡ് അല്ല. ഈ നിമിഷം, ഇപ്പോഴത്തെ നിമിഷം അത് ലിങ്ക്ഡ് അല്ല. ആണവ പദ്ധതി വേറെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമാണ്. ചർച്ച ഹോർമോസിനെ കുറിച്ച് മാത്രമാണ്. അതും നേരിട്ട് ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച ഇല്ല എന്നുകൂടി ഓർക്കണം. ഈ അവസ്ഥയാണ് ഇറാൻ ഒരുപക്ഷെ ആഗ്രഹിച്ചത്. കഴിഞ്ഞ 5 മാസമായി തുടരുന്ന യുദ്ധത്തിൽ ഇറാൻ ആഗ്രഹിച്ചത് ഏറെക്കാലം തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. തങ്ങൾ ഏറെക്കാലം പിടിച്ചു നിന്ന ചരിത്രമുണ്ട്, അതുകൊണ്ട് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയും. അമേരിക്കയ്ക്ക് ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. യുദ്ധ ഉപകരണങ്ങൾ, ഏറിയൽ ഡിഫൻസ് സംവിധാനങ്ങൾ, താഡ് പേട്രിയോട്ട് മിസൈൽ സംവിധാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ എല്ലാം തന്നെ കുറവ് വരും. സഖ്യകക്ഷികൾക്കും അറബ് രാജ്യങ്ങൾക്കും ഇതെല്ലാം കുറവ് വരും. അവരുടെ വൾണറബിലിറ്റി റിവീൽ ചെയ്യും. കിങ്സ് ഇൻ ദ ആർമർ ഗെറ്റ് റിവീൽഡ്, അക്കിലസ് ഹീൽ എന്ന് പറയാം. ദുർബലമായ ഭാഗങ്ങൾ, അതൊക്കെയാണ് ഈ ജനവാസ മേഖലകൾ, അതാണ് ദുർബല ഭാഗങ്ങൾ. മിലിറ്ററി കേന്ദ്രങ്ങളല്ല, അത് സ്ട്രോങ് ഹോൾസ് ആണ്. ഗൾഫ് പ്രദേശത്ത് ആകമാനമുള്ള എണ്ണപ്പാടങ്ങൾ, എണ്ണ സംഭരണശാലകൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, ഇതെല്ലാം ദുർബലമായ പോയിന്റുകളാണ്. ഇവിടേക്കെല്ലാം ആക്രമണം വന്നാൽ അതെല്ലാം പ്രതിരോധിക്കാനുള്ള മിസൈലുകളില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എണ്ണ വ്യാപാരം പുനരാരംഭിക്കാൻ തങ്ങളുടെ റിഫൈനറികൾ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. തങ്ങളുടെ ആസ്തികൾ അറബ് രാജ്യങ്ങൾക്ക് സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. സ്വാഭാവികമായി അവർ അമേരിക്കയ്ക്ക് മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തി, ആ സമ്മർദ്ദം ചെലുത്തും എന്ന് ഇറാൻ അറിയാമായിരുന്നു. ഹോർമൂസിൽ പിടിമുറുക്കിയാൽ ഗൾഫ് സമ്പദ് വ്യവസ്ഥകൾ ചോക്ഡാകും, വല്ലാതെ കിതയ്ക്കും. അതോടൊപ്പം തന്നെ ബാബൽ മന്ദേബിലും ചെങ്കടൽ പാതയും ഹൂതികളുടെ സഹായത്തോടുകൂടി അവിടെയും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മാറി ചിന്തിക്കാതിരിക്കാനാവില്ല. ചിന്തിച്ചു, ഇറാൻ ചിന്തിക്കുന്നത് പോലെ അല്ല എങ്കിലും ചിന്തിച്ചു. ഇറാനെതിരെ എന്ന് പ്രഥമ ദൃഷ്ടിയ തോന്നാവുന്ന രീതിയിൽ സഖ്യമുണ്ടാക്കി. തുർക്കി, പാകിസ്ഥാൻ, സൗദി സൈനിക സഖ്യമുണ്ടാക്കി. പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നും അത് ഇറാനെതിരെയുള്ള ഒരു സൈന്യമാണ്. ആയിരിക്കാം, ഇപ്പോൾ അതങ്ങനെ വിവക്ഷിക്കാം. ഈ കപ്പൽ പാതകളൊക്കെ സുഗമമാക്കുന്നതിന് ഭാഗമായി വേണ്ടി വന്നാൽ ഇറാനിൽ നിന്നും ആക്രമണം സൗദി അറേബ്യ നേരിട്ടാൽ പ്രതിരോധിക്കാനായി തുർക്കിയും പാകിസ്ഥാനും വരും. അതിൽ തന്നെ പാകിസ്ഥാനാണ് ആണവ രാജ്യമാണ്. അമേരിക്കയെക്കാളും വലിയ ആണവ രാജ്യമൊന്നും അല്ലല്ലോ പാകിസ്ഥാൻ. അമേരിക്കയ്ക്ക് സാധിക്കാത്തത് പിന്നെ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ചുകൊണ്ട് സാധിക്കുമോ എന്ന ചോദ്യം അവിടെ ബാക്കി ആവുന്നു. എങ്കിലും സാങ്കേതികമായി അതുണ്ട്. പക്ഷെ ഇറാൻ ഊറിച്ചിരിക്കുന്നതിന്റെ കാരണം ഇവിടെ അമേരിക്ക പോരാതെ വരുന്നു എന്ന് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ ലോകത്തോടായി പറയുകയാണ്. തങ്ങൾക്ക് സുരക്ഷ നൽകാൻ അമേരിക്ക മാത്രം വിചാരിച്ചാൽ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ഇസ്ലാമിക നേറ്റോ എന്ന രൂപത്തിൽ മെക്ക പാക്ട്, മെക്ക ഉടമ്പടിയിലൂടെ സൈനിക സഖ്യം, ഇസ്ലാമിക രാജ്യങ്ങൾ തങ്ങൾ ഒരുമിച്ച് ചേർന്ന് തീരുമാനിക്കുന്നു. കൂടുതൽ രാജ്യങ്ങൾ, ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള മധ്യപൗരസ്ത്യ പ്രദേശത്തെ മറ്റ് രാജ്യങ്ങളും വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളും രംഗത്ത് വന്നേക്കാം. അതുകൊണ്ട് തനിക്ക് താനും പുരയ്ക്ക് തൂണും തങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ അങ്ങ് അകലെ കിടക്കുന്ന അമേരിക്കയെ എപ്പോഴും നമ്പാനാവില്ല എന്ന് അറബ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് ഈ നീക്കത്തെ ഇറാൻ വായിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ഉദ്ദേശിച്ച രീതിയിൽ യുദ്ധം ഇത്ര വരെ നീട്ടിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നൊരു പടി ഇറക്കം ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ആത്യന്തികമായ ഒരു കരാർ വേണമെങ്കിൽ അത് നടക്കും. അവർ പറഞ്ഞിരിക്കുന്നത് ട്രംപ് പോയി കഴിഞ്ഞതിന് ശേഷമേ തങ്ങൾ അമേരിക്കയുമായിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ 2029 ജനുവരി വരെ കാത്തിരിക്കേണ്ടി വരും. അത്ര കാലം ഈ സംഘർഷം തുടരാനാവില്ലല്ലോ. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ട്രംപിന് തന്നെ
ചില വിട്ടുവീഴ്ചകൾ കൂടുതലായി ചെയ്യേണ്ടി വരും. കടുംപിടുത്തങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ജൽപ്പനങ്ങളും പ്രസ്താവനകളും കുറച്ചു കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ നിർത്തിവെക്കേണ്ടി വരും. അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും എല്ലാം ട്രംപിനോട് പറയും, നിങ്ങൾ ഇനി ദയവായി ഞങ്ങളെ സഹായിക്കാൻ വരേണ്ട, ഞങ്ങൾ ഞങ്ങളുടെ സുരക്ഷ നോക്കിക്കൊള്ളാം എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ ഇറാൻ മുൻകൂട്ടി തന്നെ ചിന്തിച്ചതാണ്. ഇറാൻ വരച്ച വരിയിലൂടെ പൂർണ്ണമായി യുദ്ധം മുന്നോട്ട് പോയില്ല എങ്കിൽ പോലും ഇറാൻ ഉദ്ദേശിക്കുന്നിടത്ത് എത്തിച്ചു നിർത്താൻ കഴിയുന്നുണ്ട് എന്ന നിഗമനത്തിനാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഹോർമൂസിന്റെ ഇതുവരെ, അതായത് കഴിഞ്ഞ വർഷം വരെ ഹോർമൂസിന്റെ സാധ്യതകൾ വെറും കടലാസിൽ ഒതുങ്ങിയിരുന്നു. നമ്മൾ ജിയോ പൊളിറ്റിക്സ് ഒക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ഓരോ കടലിടുക്കിനും അതിൻ്റെതായ തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട്. മലാക്ക കടലിടുക്കിനുണ്ട്, ബെറിങ് സ്ട്രെയിറ്റിനുണ്ട്, അതുപോലെ ഈ ചെറിയ കപ്പൽ പാതകൾ, ഇടനാഴികൾ ഒക്കെ തന്നെ ചോക്ക് പോയിന്റുകളാണ്. പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു യുദ്ധ വിജയമെന്ന് പറയാനാവില്ല എങ്കിലും യുദ്ധത്തിന്റെ ഒരു പരിസമാപ്തി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നീക്കമായി, സ്ട്രാറ്റജിക് നീക്കമായി ഹോർമൂസിന് മേലുള്ള ഇറാന്റെ പിടിമുറുക്കലിനെ വായിച്ചെടുക്കാം. അങ്ങനെ വിശകലനം ചെയ്താൽ അതൊരു പക്ഷെ തെറ്റാവില്ല. ഇനി മറ്റൊന്നും ചിന്തിച്ചു നോക്കൂ. ഹോർമൂസ് എന്ന കാര്യമായി പരിഗണനാ വിഷയമായില്ല. കപ്പലുകൾ സുഗമമായി പോകുന്നു, യുദ്ധം ഒരു വഴി നടക്കുന്നു. അങ്ങനെയെങ്കിൽ ഇറാനെ പൂർണ്ണമായി ഒരുപക്ഷെ ദുർബലപ്പെടുത്തി വരുതിയിലാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമായിരുന്നു. ഈ സൈനിക ശക്തി മാത്രമാണ് അടിസ്ഥാനമെങ്കിൽ. അപ്പൊ യുദ്ധം എന്ന് പറയുന്നത് സൈനിക ശക്തി മാത്രമല്ല, തന്ത്രങ്ങളുടെ മികവാണ്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോക്കൽ അഡ്വാൻറ്റേജ്, ടെറൈൻ അഡ്വാൻറ്റേജ് അത് ആതിഥേയ രാജ്യങ്ങൾക്കാണ്. അത് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ അഫ്ഗാനിസ്ഥാനാണ് ടെറൈൻ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ വിയറ്റ്നാം യുദ്ധത്തിൽ വിയറ്റ്നാമിന് തന്നെയായിരുന്നു അഡ്വാൻറ്റേജ്. എത്ര ശക്തമായ സൈന്യമാണ് ആക്രമിക്കാൻ അങ്ങ് അകലെ നിന്നും വരുന്നത് എങ്കിൽ പോലും തങ്ങളുടെ ചുറ്റുമതിലുകൾ, അല്ലെങ്കിൽ തങ്ങളുടെ ചുറ്റുപാടുകൾ, തങ്ങളുടെ ഭൂമി, തങ്ങളുടെ ഭവനം, തങ്ങളുടെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്, അതേക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള തങ്ങൾക്ക് മാത്രമാണ്. മറ്റുള്ളവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. ഏറെ നീണ്ടുപോയാൽ ഏത് യുദ്ധവും ആ കക്ഷികൾ, അതായത് ആക്രമണകാരിയെ പ്രതിരോധിച്ചുകൊണ്ട് ആ ഒരു ആതിഥേയ രാജ്യം എന്ന് പറയുന്നത് ശരിയല്ല, ഹോസ്റ്റ് ഒരു രാജ്യം ഇറാൻ, അതാണ് ആക്രമണ വിധേയമാകുന്ന ടാർഗറ്റഡ് രാജ്യം, അതിന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാകുന്നു ഹോർമൂസിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു തീരുമാനം. ഇതാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഹോർമൂസ് എന്ന തുറപ്പ് ചീട്ട് ഏതാണ്ട് വിജയം കാണുന്ന ഒരവസ്ഥയിലെത്തി നിൽക്കുന്നു.